ക്രിസ്ത്യാനിയും ജൂതനും തമ്മിൽ എന്ത് ബന്ധം? അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് എന്താണ് ജൂതനോടും ഇസ്രായേലിനോടും ഇത്ര സ്നേഹം എന്നിങ്ങനെ തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങളാണ് ഈ സമീപകാലത്ത് ഉയർന്നു കേൾക്കുന്നത്. അതിനൊരു ഉത്തരമാവട്ടെ ഈ വീഡിയോ. എൻ്റെ ഒരു സ്നേഹിതനും ജ്യേഷ്ഠതുല്യനുമായ സുനിൽ അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ നിന്ന് തുടങ്ങാം. കാര്യങ്ങൾ ചുരുക്കി പറയേണ്ട കാര്യങ്ങൾ മാത്രം വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. യഹൂദമതത്തിന്റെ തുടർച്ചയാണ് ക്രിസ്തുമതം. ജൂതന്റെ ദൈവമായ യാഹ്വേ ക്രിസ്ത്യാനിയുടെ പിതാവായ ദൈവമാണ്. അതായത് ജൂതന്റെയും ക്രിസ്ത്യാനിയുടെയും ദൈവം ഒന്ന് തന്നെ. കേട്ടിട്ടില്ലേ ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവമെന്ന് ക്രിസ്ത്യാനികൾ പാടുന്നത്? ക്രിസ്ത്യാനിയുടെ ബൈബിളിലെ പഴയ നിയമത്തിലെ ആദ്യ ഭാഗങ്ങളാണ് ജൂതന്റെ വിശുദ്ധ ഗ്രന്ഥമായ തോറ. ബൈബിളിൽ പറയുന്ന സംഭവങ്ങളെല്ലാം ഇസ്രായേലിലാണ് നടന്നിരിക്കുന്നത്. അവസാന നാളുകളിൽ, അതായത് ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുൻപ്, ജൂതന്മാർ ഈശോയെ ദൈവപുത്രനും ഏകരക്ഷകനുമായി സ്വീകരിക്കുമെന്ന് ഞങ്ങൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. ഇങ്ങനെ പോകുന്നു ആ കുറിപ്പ്. പറയേണ്ടത് കൃത്യമായി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം എഴുതി വെച്ചു. ഇതേക്കുറിച്ച് മറ്റൊരു വിശദീകരണം ആവശ്യമാണോ എന്ന് തോന്നുന്നില്ല.